രൂപയിലാണ് ട്രേഡിംഗ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25,000-ലാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ ബിസിനസ്സിൽ പറയുന്ന പോലെ ഉപ്പാടെ കൂടെയൊക്കെ ആയിട്ട് ഇൻവോൾവഡ് ആയിരുന്നു. പ്യുവർലി മൈൻഡ് ഗെയിമാണ്. കാരണം മൈൻഡ് സെറ്റ് ആണ് ഇതിൻ്റെ എല്ലാം എന്ന് പറയുന്നത്. ഏകദേശം നല്ലൊരു എമൗണ്ട് എനിക്ക് അതിൽ തന്നെ നഷ്ടം വന്നൊരു സിറ്റുവേഷൻ വന്നു. ഞാൻ ഏകദേശം 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു സ്ഥാപനം തന്നെ നേരിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അന്ന് ഞാൻ അങ്ങനെ മണി മാനേജ് ചെയ്തതുകൊണ്ട് എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഹായ് ഹലോ, ഇറ്റ്സ് മീ സജന സഹറാസ്. ഇൻസ്പയറിൻ്റെ ഇൻസ്പിറേഷൻ നിറഞ്ഞ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളോടൊപ്പമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് പുലിയല്ല, പുപ്പുലിയാണ്. കാരണം എന്താണെന്നറിയോ? 16 വയസ്സിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് 21 വയസ്സിൽ പ്രൊഫഷണൽ ട്രേഡർ ആവുക മാത്രമല്ല മറ്റധികം ബിസിനസ് ചെയ്ത് ഒരു സക്സസ്ഫുൾ ബിസിനസ്സായി മാറിയിട്ടുള്ള ഷിബ്ലി റഹ്മാനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈതൊട്ടാ പൊള്ളും. അങ്ങനെ കൈതൊട്ടാ പൊള്ളി നിൽക്കുന്ന ആളാണോ അല്ലെങ്കിൽ പോളി ട്രേഡർ ആണോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഷിബ്ലിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ ഇൻസ്പയറിംഗ് സ്റ്റോറി ഷിബ്ലി റഹ്മാൻ്റെതാണ്. സോ ഷിബ്ലി റഹ്മാൻ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ ഷിബ്ലി, ട്രേഡിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഷിബ്ലിയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് വ്യൂവേഴ്സിന് താല്പര്യം ഉണ്ടാവും. ഷിബ്ലിയുടെ നാട് എവിടെയാണ്, ഫാമിലി, അത് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാൻ തിരൂർക്കാരനാണ്, മലപ്പുറം. വീട്ടിൽ ഉപ്പ, ഉമ്മ, 3 താത്താര്, ഒരു അനിയൻ, ഇതാണ് വീട്ടിലൊക്കെ ഉള്ളത്. ആൻഡ് ഇവിടെ തിരൂരാണ് വീട് എന്നുണ്ടെങ്കിലും നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതും കൊച്ചി ബേസ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്കിവിടെ കൊച്ചിയിലും ഓഫീസുണ്ട്, അതുപോലെ തന്നെ തിരൂരും ഓഫീസുണ്ട്. അവിടെയും ഇവിടെയായിട്ടാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ. അപ്പോൾ അനിയനും ഇത്താത്തമാരൊക്കെ ഉള്ളിടത്ത് ഈ ഒരു 16 വയസ്സിൽ ട്രേഡിങ്ങിലേക്ക് വരിക അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി സപ്പോർട്ട് നന്നായിട്ട് വേണം അല്ലേ? അങ്ങനെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ ഫാമിലി? ഉണ്ടായിരുന്നു. എനിക്ക് ഉപ്പാക്ക് ട്രാവൽ ഏജൻസിയാണ്. ഉപ്പാക്ക് ഓൾറെഡി ബിസിനസ്സും കാര്യങ്ങളുള്ളതാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ ബിസിനസ്സിൽ പറയുന്ന പോലെ ഉപ്പാടെ കൂടെയൊക്കെ ആയിട്ട് ഇൻവോൾവഡ് ആയിരുന്നു. വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഉപ്പാൻ്റെ ഷോപ്പിൽ തന്നെ. അപ്പോൾ അതിൻ്റെ കൂടെ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ട്രേഡിങ്ങിലോട്ടും വന്ന് ചേർന്നിട്ടുള്ളത്. അതിപ്പോൾ ഓരോ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്തു. അതിൽ നമുക്കൊരു ഇത് കിട്ടിയത് ട്രേഡിങ്ങിലാണ്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മളത് പിന്നീട് റിക്കവർ ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ അതിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഫാമിലിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉപ്പാടെ ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ തന്നെ സ്വന്തം ഒരു സ്ഥാപനം തുടങ്ങാനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉപ്പ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഒരു 2014 16 വയസ്സിലൊക്കെ അങ്ങനെ ഒരു ട്രേഡിങ്ങിലേക്കൊക്കെ പോവുക എന്ന് പറയുമ്പോൾ സ്റ്റഡീസിനെ കുറിച്ച് എന്തായാലും 16ാം വയസ്സിൽ ട്രേഡിങ്ങിലോട്ട് വരുന്നതിന് മുന്നേ ആക്ച്വലി എന്നെ അതിന് വേണ്ടി പ്രാപ്തനാക്കിയിരുന്നു എന്ന് പറയണം. കാരണം ഉപ്പാടെ സൈഡിൽ നിന്നാണെങ്കിലും ഞാൻ ഏകദേശം 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു 2014 ആയിരിക്കും നമ്മളൊരു സ്ഥാപനം തന്നെ നേരിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഉപ്പാടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഫോട്ടോസ്റ്റാറ്റ് പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ കൂടിയുള്ള ഒരു ഷോപ്പ് നമ്മൾ നേരിട്ട് തുടങ്ങി അതിൽ സ്റ്റാഫിനെ വെച്ചിട്ട് റൺ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അന്ന് തന്നെ ഒരു ബിസിനസ് ആക്കണം എന്നുള്ള രീതിയിലേക്ക് ഉപ്പ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സപ്പോർട്ട് ഉപ്പാൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് നമ്മൾക്ക് പിന്നീട് ഇതിലേക്കൊക്കെ ഇറങ്ങാനുള്ള ഒരു ധൈര്യം ഉണ്ടായതും. അപ്പോൾ 16ാം വയസ്സിലേക്ക് ട്രേഡിങ്ങിലോട്ട് വരുന്നതിന് മുന്നേ നമ്മൾ ആക്ച്വലി ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കേട്ടറിയുന്നുണ്ട്. പിന്നെ നമുക്കിത് എന്തുകൊണ്ട് ചെയ്ത് നോക്കിക്കൂടാ എന്നുള്ളൊരു ഇതിലാണ് 16ാമത്തെ വയസ്സിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 16ാം വയസ്സിലാണ് ട്രേഡിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ 18 വയസ്സാവണം, ബാങ്ക് അക്കൗണ്ട് വേണം, കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അന്നാണെങ്കിലും ഉപ്പാടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇപ്പോൾ ഇവിടെ വന്നിരിക്കാനും സംസാരിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ബിൽഡ് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. അതെ, തീർച്ചയായിട്ടും ആ ഒരു ഏജ് തന്നെയാണ് ഹൈലൈറ്റ്. അതായത് 16 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് 21ലായപ്പോഴേക്കും ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവുന്നതാണ് ഒരിക്കലും എളുപ്പമല്ല. കാരണം ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ പണ്ട് കാലത്തായാലും ഒരുപാട് പേര് ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ മിഡ് ഏജിലുള്ളവരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നതിലേക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഷിബ്ലി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21st ഏജ് വരെ എത്തിച്ച് അല്ലെങ്കിൽ അതിലൊരു പ്രൊഫഷണൽ ആയിട്ട് മാറിയത് എങ്ങനെയാണ്? ട്രേഡിങ്ങിൽ ആക്ച്വലി എനിക്ക് പ്രൊഫഷണൽ എന്ന് വിളിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം പ്രോഫിറ്റബിൾ എന്ന് വിളിക്കുന്നത് പറയാനാണ്. കാരണം ട്രേഡിങ്ങിൽ ആക്ച്വലി പ്രൊഫഷണൽ ട്രേഡർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു 100% സ്റ്റേജ് അല്ല. അപ്പോൾ നമുക്ക് ഏത് പ്രൊഫഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ ഓക്കെ, എല്ലാം ആ ഒരു സ്റ്റേജ്, ആ ഒരു കരിയറിൽ അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ആ ഒരു പ്രൊഫഷനിലുള്ള എല്ലാ കാര്യങ്ങളും അയാൾ അച്ചീവ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കത് പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റും. പക്ഷേ ട്രേഡിങ്ങിൽ അങ്ങനെയല്ല. ആക്ച്വലി ട്രേഡിങ്ങിൽ എപ്പോഴും കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. ഏതൊരാൾ ഇപ്പോൾ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിലും 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിലും അവർ വർഷത്തെ ആയിക്കോട്ടെ, അവർ പഠിച്ചുകൊണ്ടേ ഇരിക്കണം. അവരെപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് അവർക്ക് മാർക്കറ്റിൽ ലൈവായിട്ട് ഇരിക്കാൻ പറ്റുക, മാർക്കറ്റിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുക. അതല്ല അവർ കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രൊഫഷണൽ ട്രേഡർ ആയി എന്നുള്ള പേരിൽ എല്ലാ കാലവും അതുപോലെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. കാരണം മാർക്കറ്റിൽ വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ ലോക്കൽ ബിസിനസ്സസ് ട്രഡീഷണൽ മാർക്കറ്റ്സിലോട്ടൊക്കെ നോക്കുമ്പോഴുള്ള മാറ്റങ്ങൾ പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലൊക്കെ അതിൻ്റേതായ മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കണം. എപ്പോഴും നമ്മളൊരു ലേണിംഗ് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കിയിട്ട്
മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഒരു കൺസിസ്റ്റൻസി, അവിടെയാണ് അതിൻ്റെ പോയിന്റ് വരുന്നത്. ആ കൺസിസ്റ്റൻസി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാലാണ് നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റുക. സോ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടം കേൾക്കാനാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ വല്ല പ്രൊഫഷണൽ തിരിച്ചെടുത്തിരിക്കുന്നു. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഷിബ്ലി റഹ്മാൻ തീർച്ചയായിട്ടും പറഞ്ഞാൽ കറക്റ്റ് ആണ് കേട്ടോ. കാരണം പ്രൊഫഷണൽ അല്ല ഇതിൽ നമുക്ക് മുഖ്യമായിട്ടുള്ളത്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതാണ് ഒരു ട്രേഡിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞത് കറക്റ്റാണ്, പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ടുള്ള ഷിബ്ലി റഹ്മാൻ. ഓക്കെ, ഒറ്റ വാക്കിൽ ഇപ്പോൾ സന്ദേശം മൂവിലൊക്കെ പറയുന്നത് പോലെ സിമ്പിളായിട്ടൊന്ന് പറയാൻ പറ്റും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ട്രേഡിംഗ്? ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇൻ ഡെഫിനേഷൻ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റിലോ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലോ അല്ല ട്രേഡ് ചെയ്യുന്നത്. നമ്മളൊരു ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവരുടെ ഒരു ട്രേഡ് ചെയ്തു. അത് അവിടെ ഒരു ബയ്യറും സെല്ലറും വന്നു, നമ്മളൊരു എന്തോ ആയിക്കോട്ടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ബൈ ചെയ്തു, അതിനൊരു വാല്യൂ നമ്മൾ കൊടുത്തു, അവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നു. ഒരു സെല്ലറും ബയ്യറും തമ്മിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ നമുക്കൊരു ട്രേഡ് എന്ന് പറയാൻ പറ്റും. അതാണ് ബേസിക്കലി ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് നമ്മളുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് അല്ലെങ്കിൽ മറ്റുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലെ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിലാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഒരു പച്ചക്കറി മേടിക്കുന്നതിനും മീൻ മേടിക്കുന്നതിനൊക്കെ നമുക്ക് ട്രേഡിംഗ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയറുകളാണ് ട്രേഡ് ചെയ്യുന്നതാണ്, അതായത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനികളായിരുന്നു. അവർ IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് പ്രോസസ്സറൊക്കെ ത്രൂ മാർക്കറ്റിൽ വന്ന് ലിസ്റ്റഡായി. ഈ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയറുകൾ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ട്രേഡേഴ്സിനൊക്കെ ബൈ ചെയ്യാനും സെല് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഒരു സ്ഥലത്തെ പറയുന്ന പേരാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇത്തരം പ്രൊഡക്റ്റുകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയാൻ പറ്റുക. അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് വാങ്ങിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അതൊരു ട്രേഡിംഗ് തന്നെയാണ്. അതിനപ്പുറം ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബയറും അല്ലെങ്കിൽ സെല്ലറും പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഷെയറുകളാണ് നമ്മളവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല അല്ലാത്ത പ്രൊഡക്റ്റുകളും ഉണ്ട്, മറ്റുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലും ഡിഫറെൻറ്റ് പ്രൊഡക്ട്സുകളുണ്ട്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റ് എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ വാങ്ങുന്നത് വിൽക്കുന്നതിനനുസരിച്ച് അത് ഓരോന്നും ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇക്വിറ്റീസിലും അതുപോലെ തന്നെ ഓപ്ഷൻസിലുമാണ്. ഇക്വിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയറുകളും കാര്യങ്ങളും വാങ്ങുക വിൽക്കുക, പ്രോഫിറ്റ് വരുന്ന ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അത് ഓരോ മെത്തേഡ്സ് അനുസരിച്ച്. അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻ കോൺട്രാക്റ്റുകളുണ്ട്, ഓരോ കോൺട്രാക്ട്സുകൾ പ്രൈസ് കോൺട്രാക്റ്റുകൾ നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും. ആ രീതിയിലുള്ള ട്രേഡിങ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഓരോ മെത്തേഡാണ് നമ്മൾ ഏത് മെത്തേഡാണ് നമ്മൾ കൂടുതൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവുന്നത് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്, റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്, ആ മെത്തേഡിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സൈഡിൽ നമ്മൾ ചെയ്യേണ്ടത്. കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ ടേംസും കാര്യങ്ങളും ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. ഞാൻ ചിലത് എനിക്കറിയാവുന്ന ചില ടേംസ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഡിമാറ്റ് അക്കൗണ്ട്, പിന്നെ ഫോറെക്സ്, അങ്ങനെയുള്ള ചില ടേംസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ടേംസിനെ കുറിച്ച് തീർച്ചയായിട്ടും ഒരു കടൽ പോലത്തെ ഒരു സംഭവമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. എങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അറിയുന്ന ABCD എന്തായാലും ഉണ്ടാവുമല്ലോ. ആ ABCD എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞ പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ടുള്ള ഷിബ്ലി റഹ്മാൻ ആ ABCD എബൌട്ട് ട്രേഡിംഗ് എന്താണ് പറയാനുണ്ടാവുക? ഞാനിപ്പോൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അതാണ് ബേസിക് ആയിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് മാർക്കറ്റ് എന്നുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബയേഴ്സ് ഉണ്ട്, സെല്ലേഴ്സ് ഉണ്ട്, ആൾക്കാർ വാങ്ങുന്ന ആൾക്കാരുണ്ട്, വിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് ഇവരൊക്കെ വാങ്ങുന്നത് വിൽക്കുന്നുള്ള പ്രൊഡക്റ്റുകൾ. ഇപ്പോൾ പ്രൊഡക്റ്റ് എന്താണ്? ഈ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയറുകൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രൈസ് കോൺട്രാക്റ്റുകൾ, കമ്മോഡിറ്റി പ്രൊഡക്റ്റുകൾ, ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ആൾക്കാർക്ക് വാങ്ങാനും വിൽക്കാനൊക്കെ പറ്റും. ഇതിനുള്ള ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇത് വാങ്ങാനും വിൽക്കാനൊക്കെ ഒരു സ്ഥലം വേണം, ഒരു എക്സ്ചേഞ്ച് വേണം. ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എക്സ്ചേഞ്ചുകൾ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അങ്ങനെ ഒട്ടനധികം എക്സ്ചേഞ്ചുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അതിൽ മേജർ ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് ആണ് BSE and NSE. അതിൻ്റെ ഇൻഡൈസസ് ആണ് നിഫ്റ്റി, സെൻസെക്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന ടേംസ്. അതിൽ പിന്നെ അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഡിമാറ്റ് അക്കൗണ്ട് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേൾക്കുന്നത് ഡിമാറ്റ് അക്കൗണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട്. നമുക്ക് ബാങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് വേണം. അതുപോലെ തന്നെ നമുക്ക് ഷെയർസിൽ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. അതാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ബ്രോക്കേഴ്സ് ത്രൂ ആണ് എന്ത് ചെയ്യാൻ പറ്റുക, ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുക. നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിൻ്റെ അണ്ടറിലാണ് നമുക്ക് ഓപ്പൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ആ ഡിമാറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്നതും നമ്മൾ അതിൽ ക്യാഷ് വെച്ചിട്ട് നമുക്ക് ഷെയർസ് പർച്ചേസ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനൊക്കെ പറ്റുന്നതൊക്കെ ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ത്രൂ ആണ്. പിന്നെ പറഞ്ഞൊരു ടേം ഫോറക്സ്. ഐ തിങ്ക് ഫോറക്സ് എന്ന് പറയുമ്പോൾ ഒരു അനദർ ഫൈനാൻഷ്യൽ മാർക്കറ്റാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചത്. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയറുകൾ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. ഫോറക്സ് എന്ന് പറയുമ്പോൾ ഫോറിൻ കറൻസി പെയേഴ്സ്, അതായത് മറ്റുള്ള രാജ്യത്തിൻ്റെയൊക്കെ കറൻസി പെയറുകൾ ട്രേഡ് നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതാണ് ഫോറക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പുറത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ടോ, പുറത്ത് ട്രാവൽ ചെയ്തിട്ടുള്ള അപ്പോൾ പുറത്ത് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ കറൻസി യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോകുകയാണെങ്കിൽ അവിടെ എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറൻസി എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ നമ്മുടെ കറൻസി വിറ്റിട്ട്
അവിടെ നിന്ന് അവരുടെ കറൻസി എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. അപ്പോൾ ഒരു കറൻസിയാണ് നമ്മൾ വാങ്ങുന്നതും വിൽക്കുന്നതും. ആ ഒരു കറൻസി ട്രാൻസാക്ഷനെയാണ് ഫോറക്സ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സോ ഒരു കറൻസി ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അയാൾ ഫോറക്സ് ട്രേഡിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷനാണ് നമുക്ക് ഡിജിറ്റലി ചെയ്യാൻ പറ്റുന്ന ഒരു വേർഷനാണ്, ഓൺലൈൻ ത്രൂ ചെയ്യാൻ പറ്റുന്ന ഒരു വേർഷനാണ് ഈ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ ഈ ഒരു ട്രേഡിങ്ങിലൂടെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ട്രേഡിംഗ് ആയാലും ബിറ്റ് കോയിൻ അങ്ങനെയുള്ളതൊക്കെ ഒരു ഡിജിറ്റൽ ആണോ അല്ലെങ്കിൽ വെർച്വൽ മണിയാണോ അത് ഉദ്ദേശിക്കുന്നത്? അത് ആക്ച്വലി ഇപ്പോൾ ഈ ക്രിപ്റ്റോ എന്നൊക്കെ പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി വെർച്വൽ ആണ്. ഓക്കെ, അതിൽ ഫിസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് കോപ്പി ചെയ്യാൻ നമുക്കുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും മീൻസ് നമുക്ക് ഫിസിക്കൽ ഹാർഡ്വെയർസിലോട്ടും കാര്യങ്ങളോട്ടൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിലും അത് ഡിജിറ്റൽ അസറ്റ് തന്നെയാണ്. അതിന് നമുക്കൊരു ഫിസിക്കൽ സൈഡ് ഇല്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഇതിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഷെയർസ് എന്ന് പറയുമ്പോൾ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയിൽ നമുക്കൊരു ഓണർഷിപ്പ് ഉണ്ട്, ഒരു പെർസെൻറ്റേജ് ഓണർഷിപ്പ് ഉണ്ട്, ഷെയർ ഹോൾഡിംഗ്സ് ഉണ്ട്. ആ രീതിയിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊരു വിർച്വൽ സെറ്റപ്പും അതുപോലെ തന്നെ നമുക്കിവിടെ ഫിസിക്കൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നമുക്കിവിടെ അതിനുള്ളൊരു ഓണർഷിപ്പിനുള്ള ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറയുന്നതാണ് ബിറ്റ് കോയിനും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു ഡിജിറ്റൽ അസറ്റ്, കംപ്ലീറ്റ്ലി ഡിജിറ്റൽ അസറ്റ് ആണ്. അത് മാത്രമല്ല ഡീസെൻട്രലൈസ്ഡും ആണ്. അതിനൊരു സെൻട്രലൈസ്ഡ് സ്വഭാവമില്ല. അതൊരു ടെക്നോളജി, ബ്ലോക്ക് ചെയിൻ ടെക്നോളജീനെ ബേസ് ചെയ്തിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന, ടെക്നിക്കൽ ടേംസിലോട്ട് പോകുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് കംപ്ലീറ്റ്ലി പറയുന്ന ഡിജിറ്റൽ അസറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഷെയർസിനെ നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. നേരത്തെ ഇത് ഫിസിക്കൽ അസറ്റ്സ് ആയിരുന്നു. നമുക്കിപ്പോൾ ഷെയറൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആദ്യ കാലങ്ങളിൽ നമുക്ക് ഫിസിക്കൽ ഷെയർ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് പോസ്റ്റൽ വഴി നമുക്കൊരു ഷെയർ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ അത് ഇപ്പോൾ ഡിജിറ്റലായിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ നടക്കുന്നത് ഫിസിക്കൽ ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നുണ്ടെന്നുള്ള. അപ്പം ട്രേഡിങ്ങിലേക്ക് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ചോദിക്കാനുള്ള കാരണം ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ് കേട്ടോ എനിക്ക് ചോദിക്കാനായിട്ട്. ഈ ഒരു 16 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾക്കുള്ളിൽ ട്രേഡറായി എന്ന് മാത്രമല്ല പിന്നെയും വേറെ ബിസിനസ് സംരംഭങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ് ആ ബിസിനസ് സംരംഭങ്ങൾ? ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യം സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് എന്ന് പറയുന്നത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്, റോയൽ അസറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മൾ അക്കാദമി. കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടി കുറേ പേര് നമ്മളെടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ, നമ്മൾ പ്രോപ്പർ ഗൈഡൻസിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിറ്റി ത്രൂ നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോയൽ ട്രേഡേഴ്സ് അക്കാദമി എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു IT ഫേം സ്റ്റാർട്ട് ചെയ്തു, ആഷ്കോർപ്പ് IT സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഒരു ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമും ഇപ്പോൾ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. റോയൽ അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കീഴിലാണ് ഈ ഒരു പാരന്റ് കമ്പനി എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് റൺ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ അസറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴും നമ്മൾ ബിസിനസ്സസ് ആണ് നമ്മളിവിടെ റൺ ചെയ്യുന്നത്. ആ ബിസിനസ്സിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം സ്റ്റിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു ഇൻകം സോഴ്സ് മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഒരു ഇൻകം സോഴ്സ് അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ആൻഡ് ബാക്കിയുള്ള ബിസിനസ്സും നമ്മൾ അതിൻ്റെ കൂടെ പാരലായിട്ട് റൺ ചെയ്ത് പോകുന്നില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് ട്രേഡിംഗ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിവാർഡ്സും കാര്യങ്ങളും തരുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ ട്രേഡിംഗ് മാത്രമല്ല, നമുക്ക് അതിൻ്റെ കൂടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതും കൂടിയാണ് ആ ഒരു ടൈമിൽ നമുക്ക് ട്രേഡിംഗിൽ നിന്നാണ് നമ്മൾ ഇതിനൊക്കെ കണ്ടെത്തിയതെങ്കിലും ബിസിനസ്സസ് നമുക്ക് ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഏത് സമയത്തും നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത്. ഇത് ആക്ച്വലി വ്യൂവേഴ്സ് കേൾക്കാൻ വേണ്ടി ഞാൻ പറയാട്ടെ, ഞാനിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഏജിലുള്ള മിക്ക ചെറുപ്പക്കാരും ചിലപ്പം കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കാനും അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് അടിച്ചു പൊളിക്കാനൊക്കെ ഉള്ളൊരു സമയം കണ്ടെത്തുന്ന സമയങ്ങളിൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു സംരംഭം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് വീണ്ടും വീണ്ടും സംരംഭങ്ങൾ ഉണ്ടാക്കുക, ഒരു ട്രേഡർ ആവുക എന്നുള്ളതൊക്കെ ഒരു ചെറിയ കാര്യമല്ല. ഇറ്റ്സ് എ ബിഗ് തിങ്, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. സോ അതിനൊരു അപ്ലോസ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ ഷിബ്ലി റഹ്മാൻ. അപ്പോൾ ഷിബ്ലി റഹ്മാൻ്റെ ഒരു സംരംഭം എന്ന് പറയുന്നത് റോയൽ അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അതിൻ്റെ താഴെയുള്ള കുറച്ച് സംരംഭങ്ങളും കൂടി ഉണ്ടെന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇതിൻ്റെ എല്ലാം ഉടമ ഷിബ്ലി റഹ്മാൻ മാത്രമാണോ? കറന്റ് ഞാൻ മാത്രമല്ല, നമുക്കിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇത് ഓരോ മേഖല ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ടെക് ആണെന്നുണ്ടെങ്കിൽ ടെക്കിൻ്റെ ഒരു സൈഡ് നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പഠിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് പഠിച്ച് അത് ഫോക്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ നിലവിലുള്ള ബിസിനസ്സിനെ അത് ബാധിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ തന്നെ എല്ലാം ചെയ്യാം എന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ബിസിനസ് ഒരിക്കലും നമുക്ക് സക്സസ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് കോ-ഫൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വെച്ചിട്ടാണ് നമ്മൾ ഇത് റൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്ററായിട്ട് മാത്രം ഞാൻ നിൽക്കുന്ന ബിസിനസ്സസ് ഉണ്ട്. കംപ്ലീറ്റ് അവരാണ് റൺ ചെയ്യുന്നത്. നമ്മളൊരു ഗൈഡൻസ് മാത്രം അവർക്ക് അവിടെ ഉണ്ടായാൽ മതി. സൈലന്റ് പാർട്ണർ എന്നുള്ള രീതിയിൽ. അതെ, സൈലന്റ് വാക്കിംഗ് മീൻസ് ആക്റ്റീവാണ്, പക്ഷെ എന്നാലും നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ നോക്കും. ആ രീതിയിലേക്ക് നമ്മൾ അവരെ ഇനീഷ്യൽ തന്നെ ട്രെയിൻ ചെയ്ത് അവർ ആ ഒരു ലെവലിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊണ്ടു കൊടുത്താൽ മതി. ആ ഒരു ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ എത്ര സ്റ്റാഫ്സ് ഉണ്ട് ഇപ്പം? നമുക്കിപ്പോൾ ഏകദേശം നമ്മളെ ടീം സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 30ഓളം
ടീം സ്ട്രെങ്ത് ഉണ്ട്. 30 സ്റ്റാഫ് ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. പിന്നെ എത്രത്തോളം ക്ലയൻസ് ഉണ്ട്? ക്ലയൻസ് നമുക്ക് ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1000-ഓളം സ്റ്റുഡൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ റോയൽ അക്കാദമിയിൽ നമുക്ക് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അസറ്റ് മാനേജ്മെൻറ്റിലാണെന്നുണ്ടെങ്കിലും 50 പേരോളം ക്ലയൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള ആൾക്കാർ ഒരു 100-150 പേര് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ക്ലയൻസ് എപ്പോഴും നമുക്കൊരു നമ്പർ എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. ഇങ്ങോട്ടും ക്ലയൻസുകൾ ഇങ്ങനെ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ എല്ലാ സ്റ്റാഫ് ആയാലും അല്ലെങ്കിൽ ക്ലയൻസ് ആയാലും 100% സാറ്റിസ്ഫൈ ആണെന്ന് ഷിബിലിക്ക് സാറ്റിസ്ഫൈ ആക്കാൻ നമുക്ക് മാക്സിമം നമ്മുടെ സൈഡിൽ നിന്ന് ട്രൈ ചെയ്യും. കാരണം ഇപ്പോൾ ട്രേഡിങ്ങിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് 100% നമുക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ ട്രേഡിങ്ങിൻ്റെ കേസിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് വരുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നമുക്ക് ഒരിക്കലും 100% എന്നുള്ളൊരു സംഭവം അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെപ്പോലെ നമ്മൾ മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങൾ, നമ്മളുടെ ഈ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മളുടെ കൂടെ ഇരുത്തിയിട്ടാണ് ഇവരെ ട്രേഡ് ചെയ്യിപ്പിക്കുന്നത്. എക്സ്പീരിയൻസ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഇവരെ പഠിപ്പിക്കുന്നതൊക്കെ. പക്ഷേ ആ ഒരു സെയിം എഫേർട്ട് അവരിട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ റിസൾട്ട് അതുപോലെ ഉണ്ടാവുക. ഇപ്പോൾ ഒരു ബാച്ച് വൈസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 10 പേര് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 10 പേരിൽ 10 പേരും ഡിഫറൻറ്റ് ഐക്യൂലായിരിക്കും. അവർ ഓരോരുത്തരുടെയും ഓരോ ക്യാരക്ടർ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ക്യാപ്പബിലിറ്റി ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ക്യാപിറ്റൽ വ്യത്യാസം ഉണ്ടാവും, ക്യാപ്പബിലിറ്റി വ്യത്യാസം ഉണ്ടാവും, ഓരോ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ റിസൾട്ടിലും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ 100% ഒരിക്കലും നമുക്കതിൽ അഷ്യൂർഡ് പറയാൻ പറ്റില്ല. ട്രേഡിങ്ങിൻ്റെ കേസിൽ ഒരു കാര്യത്തിലും നമുക്ക് 100% അഷുറൻസ് പറയാൻ പറ്റില്ല. അതിനിപ്പോൾ പ്രോഫിറ്റിൻ്റെ കേസിലാണെങ്കിലും എല്ലാത്തിൻ്റെ കേസിലും നമുക്ക് എല്ലാ മാസവും ഇത്ര രൂപ പ്രോഫിറ്റ് കിട്ടും എന്ന രീതിയിൽ ഒരിക്കലും ട്രേഡിങ്ങിനെ കാണാൻ പാടില്ല എന്നുള്ളത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. അതിന് റീസൺ ഉണ്ട്. കാരണം ട്രേഡിംഗ് സ്റ്റിൽ ഒരു വേരിയബിൾ ഇൻകം സോഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. എല്ലാ മാസവും അതിൽ നിന്ന് ഒരു ഫിക്സഡ് ഇൻകം എന്ന രീതിയിൽ നമുക്ക് ട്രേഡിങ്ങിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാരലായിട്ട് മറ്റുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നതും. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ചോദിച്ചു എന്ന് പറഞ്ഞാൽ 100% നമുക്ക് സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആവും. നമ്മളെ എല്ലാ സർവീസസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കമ്മ്യൂണിറ്റിയുടെ കേസിലാണെങ്കിലും ഒരു ട്രേഡർ നമ്മളെടുത്ത് വരികയാണ്, ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ട്രേഡ് ചെയ്ത് ഇൻഡിവിജ്വലി പ്രോഫിറ്റബിൾ ആവുന്നത് വരെ നമ്മളുടെ ഗൈഡൻസും കാര്യങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അതല്ലാതെ നമുക്ക് ഒരു മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ ഒരു 2 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ ഒരു വർഷത്തെ കോഴ്സ് അങ്ങനത്തെ ഒരു സംഭവത്തിലല്ല നമ്മൾ അവരെ ക്ലയൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അവർ പ്രോഫിറ്റബിൾ ആവുന്നവരെ നമ്മൾ അവരെ കൂടെ ഫിക്സഡ് പീരീഡ് ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ എപ്പോഴാണോ സ്റ്റേബിൾ ആവുന്നത് അതുവരെ ഞങ്ങൾ കൂടെ ഉണ്ടാവുന്നതാണ് റോയൽ അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ഉറപ്പ് അല്ലേ? കാരണം ഇത് നമ്മളൊരു ബിസിനസ് ആയിട്ടല്ല, ആക്ച്വലി നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമ്മളിത് ഇനീഷ്യലി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുള്ളത്. സോ അത് നമ്മളെ ഒരു കുടുംബം എന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയെ കാണുന്നത്. അപ്പോൾ അത് നമ്മളെ കൂടെ വളർത്തിക്കൊണ്ടുവരിക, ലേൺ ടുഗദർ, ഏൺ ടുഗദർ, ഗ്രോ ടുഗദർ എന്നുള്ളതാണ് നമ്മളവിടെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ട്രേഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. എത്ര രൂപയിലാണ് ട്രേഡിംഗ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ എത്രയിലാണ് നിൽക്കുന്നത്? എത്രത്തോളം അതിൽ ലോസ് ആൻഡ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാമോ? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25,000-ലാണ്. 25,000 ആണ് ഞാൻ ഇനീഷ്യലി ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അതിൽ ക്യാപിറ്റൽ എങ്ങനെയാണോ 25,000 എൻ്റെ പേഴ്സണൽ സേവിങ്സ് തന്നെ എനിക്ക് ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഈ 25,000-ൽ സ്റ്റാർട്ട് ചെയ്ത കഥ അവിടെ നിൽക്കട്ടെ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റോക്സിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ലിവറേജസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് ഒക്കെ ഏൺ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമ്മൾ അസറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു പ്ലാനിലോട്ട്, ആക്ച്വലി അത് കമ്പനി ആവുന്നതിന് മുന്നേ നമ്മൾ ഈ പറയുന്ന പോലെ ട്രേഡിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. ആരെങ്കിലും കുറച്ച് പൈസ ഒക്കെ തന്നു കഴിയുമ്പോൾ ഓക്കെ ഞാൻ 25,000 വെച്ചിട്ട് എനിക്ക് 2,500 രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 2.5 ലക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് 25,000 ഉണ്ടാക്കാം എന്നൊരു മൈൻഡ് സെറ്റിലോട്ട് വരും. ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാണ്, ഞാൻ ഇത്ര പെർസെൻറ്റേജ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്രയും രൂപ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ഒരു 10 ലക്ഷം രൂപ തരാമെന്ന് പറയുമ്പോൾ ഓക്കെ 10 ലക്ഷം തന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ 10 ലക്ഷം വെച്ച് ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് എൻറ്റയർലി ഡിഫറൻറ്റ് കൺസെപ്റ്റാണ്. ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് ഇതൊരു മൈൻഡ് ഗെയിമാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്, ഇത് പ്യുവർലി മൈൻഡ് ഗെയിമാണ്. കാരണം മൈൻഡ് സെറ്റാണ് ഇതിൻ്റെ എല്ലാം എന്ന് പറയുന്നത്. കാരണം നമ്മൾ 2,500 രൂപയുടെ ഒരു ലാഭനഷ്ടം കാണുന്നിടത്തായിരിക്കില്ല, കാണുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ 25,000 രൂപയുടെ ലാഭനഷ്ടം കാണുന്നത്. അതിന് നമ്മൾ ക്യാപ്പബിൾ ആവണം, ആയിട്ടേ നമ്മൾ അതിന് നിൽക്കാൻ പാടുള്ളൂ. അതല്ലാതെ ഇനീഷ്യലി തന്നെ നമ്മൾ വലിയൊരു എമൗണ്ട് എടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യാനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ലോസസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പ്രോപ്പറായിട്ട് മണി മാനേജ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ട്രേഡിങ്ങിൻ്റെ ഒരു സക്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 70% ഈ പറയുന്ന സൈക്കോളജി, മൈൻഡ് സെറ്റ് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് അതിൽ നോക്കേണ്ടത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് ക്യാപിറ്റലിന് തന്നെ അത് വലിയൊരു ഡേഞ്ചറസ് സിനാരിയോ. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രോപ്പർ മാനേജ് ചെയ്യും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ 25,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും രൂപ കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ലാഭം കിട്ടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മൈൻഡ് പറയും അല്ലേ? അത് നമ്മൾ എത്ര നാളത് ചെയ്യാതെ നിൽക്കണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യണം, എപ്പോൾ നമ്മൾ ചെയ്യണം, നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണുന്നു, മേടിക്കുന്നു, ആ രൂപത്തിലെ കാര്യം ചിലപ്പോൾ ബിഗിനേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഈ അറിഞ്ഞിട്ടുള്ള നോളജിനൊക്കെ ബേസ് ചെയ്തിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ രീതിയിലായിരിക്കും. പക്ഷേ ഒരു പ്രോപ്പർ ഗൈഡൻസിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സ്ട്രാറ്റജി കാര്യങ്ങളുണ്ടാവും. ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അതിലൊരു എൻട്രി ക്രൈറ്റീരിയ, ഒരു
എക്സിറ്റ് ക്രൈറ്റീരിയ കാര്യങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് ആണെന്നുണ്ടെങ്കിലും ഫിക്സഡ് മെത്തേഡ്സ് ഒക്കെ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. മാർക്കറ്റിനനുസരിച്ച് ഓരോ ടൈപ്പ് മാർക്കറ്റ് വരുമ്പോൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന രീതിയിലൊക്കെ ആയിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഇൻ പെർസെൻറ്റേജിൽ നമുക്കൊരു വർഷം അല്ലെങ്കിൽ 2 വർഷമെങ്കിലും നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് എന്താ പറയുക, നമ്മൾ കംപ്ലീറ്റ്ലി ഇത് ഓക്കെ ആയിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ പറഞ്ഞു ഇത് ലേണിംഗ് പ്രോസസ്സാണ്, എന്നാലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ അവിടെ നമ്മൾ ക്യാപിറ്റൽ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോൾ ഒരു ആദ്യത്തെ മാസം 25,000 വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ഒരു 2 മാസം കഴിയുമ്പോഴേക്കും 2 മാസം പ്രോഫിറ്റ് കിട്ടിയ ഒരു ആവശ്യത്തിൽ അടുത്ത മാസം തന്നെ ഒരു ലക്ഷങ്ങൾ കൊണ്ടുവന്നിട്ട് ഇടുന്നൊരു സിനാരിയോ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഒഴിവാക്കണം. അതല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ കിട്ടിയ പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റ് വെച്ചിട്ട് നിങ്ങൾ സ്കെയിൽ ചെയ്തോളൂ, കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ക്യാപിറ്റലിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നുകയാണ്. അപ്പോൾ നിങ്ങൾ ആ പ്രോഫിറ്റ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്തോളൂ, അപ്പോഴും നിങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം നിങ്ങൾ ആ കിട്ടിയ പ്രോഫിറ്റിന് എന്ത് ചെയ്യുന്നുള്ളൂ, റിസ്ക് ചെയ്യുന്നുള്ളൂ. അതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതല്ലാതെ കയ്യിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പരീക്ഷണത്തിന് നിൽക്കരുത്, പകരം നമുക്ക് ട്രേഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ഇത് നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു പരീക്ഷണത്തിന്. അതെ, കാരണം നമ്മൾ അതിന് ക്യാപ്പബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതല്ല പെട്ടെന്ന് നമ്മളെ ഫേസിലോട്ട് നമ്മളെ ലൈവായിട്ട് നമ്മളെ മുന്നിൽ ഇത് കാണുകയാണ്, ഈ ഒരു PNL ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മുടെ മുന്നിൽ കടിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ വലിയ എമൗണ്ടിൽ ഇത് വരുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഫേസ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നിൽക്കരുത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എപ്പോഴും വലിയൊരു ക്യാപിറ്റൽ ട്രേഡിങ്ങിലോട്ട് കൊണ്ടുവരുന്നതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഇനീഷ്യലി മിനിമം ഒരു 1 ഇയർ എങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട്, കാരണം ഈ ഒരു 1 ഇയറിൽ മാർക്കറ്റിൻ്റെ പല സൈക്കിൾസ് അവർ ഫേസ് ചെയ്യും. കാരണം അവരൊരു മാസം 2 മാസം കാണുന്ന ഒരു മാർക്കറ്റ് ആയിരിക്കില്ല അടുത്ത മാസം അവർ കാണാൻ പോകുന്നത്. കാരണം ഇപ്പോൾ മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ ടേംസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റ്സ്, സ്ലോ ആയിട്ടുള്ള മാർക്കറ്റ്സ്, അങ്ങനെ പല രീതിയിലുള്ള പ്രൈസ് മൂവ്മെൻറ്റും ഫ്ലക്ച്വേഷൻസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇവർ അപ്രോച്ച് ചെയ്യുന്ന മാർക്കറ്റിൽ ആ 2 മാസം ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് അടുത്ത 2-3 മാസം അങ്ങനെ ആയിരിക്കില്ല മാർക്കറ്റ്, ചിലപ്പോൾ എൻറ്റയർലി ഡിഫറൻറ്റ് ആയിരിക്കും. അപ്പോൾ ഇവർ വലിയൊരു ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് ഇവർ നേരത്തെ ചെയ്ത പോലെ ചെയ്യുമ്പോൾ ഇവർക്ക് ലോസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ വലിയ ലോസസ് വരുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇവർ എമോഷൻസ് വർക്കാവാൻ തുടങ്ങും. മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ എമോഷൻസ് പ്രശ്നം വരുന്ന ഒരു സംഭവമാണ് പൈസ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എമോഷൻസ് വർക്കാവുമ്പോൾ നേരത്തെ പറഞ്ഞ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങും. ഒരു ഡിസിപ്ലിൻ ഉണ്ടാവില്ല, പേഷ്യൻസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ട്രേഡ്സും കാര്യങ്ങളും കുളമാക്കാൻ തുടങ്ങും. അപ്പോൾ ഓവർ ട്രേഡ് ചെയ്യും, റിവെഞ്ച് ട്രേഡ് ചെയ്യും, പ്രോപ്പറായിട്ടുള്ള ലോസ് ക്രൈറ്റീരിയ, സ്റ്റോപ്പ് ലോസ് ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും വെക്കാണ്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ എന്ത് ചെയ്യും, വലിയ നഷ്ടങ്ങളിലോട്ട് അത് എത്തിക്കും. അപ്പോൾ ആ നഷ്ടങ്ങൾ പിന്നെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓവർ ട്രേഡ് ചെയ്യുകയും റിവെഞ്ച് ട്രേഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ നഷ്ടങ്ങൾ പിന്നെ ഉണ്ടാവുക എന്നല്ലാതെ അതിൽ നിന്ന് അവർക്ക് കയറി വരാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു സർവൈവലിന് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലോട്ട് പോകാതെ ചെറിയൊരു ക്യാപിറ്റലിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ട്രേഡിംഗ് പറഞ്ഞു 16 വയസ്സിൽ ചെയ്തപ്പോൾ തന്നെ 25,000 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. അത് ആക്ച്വലി ലോസ് ആയിരുന്നു അതോ പ്രോഫിറ്റ് ആയിരുന്നു? 25,000 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു ആക്ച്വലി. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് തന്നെ ആൾക്കാർ വന്നിട്ട് ഇത്ര രൂപ ഞാൻ ട്രേഡ് ചെയ്യുന്നൊരു പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്ര രൂപ തരാം, നമുക്കും കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളെടുത്ത് വന്നപ്പോൾ ഓക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, ഓക്കെ 25,000 ആണ്, എനിക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അപ്പോൾ ഇത്ര രൂപ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും, ഇവർക്ക് ഇത്ര കൊടുത്താൽ മതി. നമ്മൾ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ മാർക്കറ്റിലോട്ട് വന്നപ്പോൾ അങ്ങനെയല്ല. നമ്മൾ ആ പൈസ വന്ന ആ പൈസയും വെച്ച് നമ്മൾ ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെ നമുക്ക് ട്രേഡ്സോ കാര്യങ്ങളോ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. എൻറ്റയർലി ഡിഫറൻ്റ് ആയി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമുക്ക് ലോസസ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നു. എനിക്ക് ട്രേഡിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്തതിൽ എനിക്ക് വലിയൊരു ക്രൈസിസ് ഫേസ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നതാണ്. ഏകദേശം നല്ലൊരു എമൗണ്ട് എനിക്ക് അതിൽ തന്നെ നഷ്ടം വന്നൊരു സിറ്റുവേഷൻ വന്നു. അതിൽ നിന്ന് പിന്നെ ഞാൻ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലെ ഫണ്ട്സ് ഞാൻ ഭാഗ്യത്തിനെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം ഞാനത് വലിയ സംഭവമായിട്ട് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചു എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം അതെന്ന് എനിക്ക് അതിൻ്റെ ഒരു ഹാഫ് ക്യാപിറ്റൽ മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ ആ ഹാഫ് ക്യാപിറ്റൽ മതി എന്നുള്ളത് കൊണ്ട് ഞാൻ അത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഹാഫ് ക്യാപിറ്റൽ ഞാനന്ന് സേഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് അന്ന് ഞാൻ അങ്ങനെ മണി മാനേജ് ചെയ്തത് കൊണ്ട് എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ബാക്കി ക്യാപിറ്റലിൽ പിന്നെ ഞാൻ ഒരു ബ്രേക്ക് എടുത്ത്, കാരണം ലോസസ് ഫേസ് ചെയ്തപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്ത് പിന്നീട് കാര്യങ്ങളൊക്കെ പഠിച്ച് ഒന്നും കൂടി എന്താണ് ഇവിടെ എൻ്റെ പ്രോബ്ലം, ഇപ്പോൾ ഈ ഒരു ലോസ് വന്നതിൽ നിന്ന് എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ലോസ് വന്നത് എന്ന് പഠിക്കാൻ ശ്രമിച്ചു. ആ ലോസ് ഇനി ആവർത്തിക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കി. എന്നിട്ടാണ് ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് വീണ്ടും ഞാൻ ചെറിയ ക്യാപിറ്റലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് മെല്ലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാണ്. അപ്പോൾ ഞാൻ പഠിച്ചൊരു പാടാണ് ഈ പറയുന്ന കാര്യം. ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വലിയൊരു ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു അപ്രോച്ച് മാർക്കറ്റിൽ ഒരിക്കലും എടുക്കരുത്. ഓക്കെ, ഇനി എന്താണ് ഇതിൽ നിന്നും അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവാർഡ്സ് കിട്ടിയിരിക്കുന്നത്? ഇപ്പോൾ ഇത് മാത്രമല്ല, ട്രേഡിംഗ് മാത്രമല്ല, അല്ലാതെ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങിയപ്പോഴായാലും അച്ചീവ്മെൻറ്റ്സും അവാർഡ്സും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് ഷിബ്ലി റഹ്മാൻ അങ്ങനെ നേടാൻ സാധിച്ചിട്ടുള്ളത്? എനിക്കിപ്പോൾ 2023 യങ് ഓൺട്രപ്രണർ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് മിനിസ്റ്ററിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ സെൻട്രൽ മിനിസ്റ്ററിൽ നിന്ന് ഡൽഹിയിൽ വെച്ചിട്ടൊരു ഇവൻറ്റിൽ എക്സലൻറ്റ് ഓൺടർപ്രണർ എന്നുള്ള യങ് ഓൺടർപ്രണർ എന്നുള്ളൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് എൻ്റെ ഒരു അച്ചീവ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ മീൻസ് ഹാപ്പി ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഏജ് ആയിരുന്നു ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഏജിൽ നമ്മൾ ഫൈനാൻസ് മേഖലയിൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു, ഇത്രയും സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അച്ചീവ്മെൻറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതാണ് എനിക്ക് പറയാവുന്ന അത്രയും വലിയ അച്ചീവ്മെൻറ്റ്. അതല്ലാണ്ട് കുറേ ആർട്ടിക്കിൾസും കാര്യങ്ങളും പിന്നെ ചെറിയ ചെറിയ വേദികളിൽ നമുക്ക് സംസാരിക്കാൻ, ഒരുപാട് വേദികളിൽ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. കോർപ്പറേറ്റ് വേദികളിലും കോളേജുകളിലും കാര്യങ്ങളിലും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പല സ്ഥലങ്ങളിലും ഈ റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ആർട്ടിക്കിൾസ്, ന്യൂസ് കാര്യങ്ങൾ മീഡിയാസിലാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ പ്രൊഫൈൽസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. തീർച്ചയായിട്ടും ഇത്രയും അവാർഡ്സും അച്ചീവ്മെന്റ്സും കിട്ടിയെന്ന് പറയാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ നേട്ടമാണ് അല്ലേ? അതും ഈ ഒരു ഏജിൽ പറയാൻ പറ്റുക പറഞ്ഞത് അത് ഇറ്റ്സ് എ ബിഗ് തിങ്, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ട്രേഡിങ്ങിൻ്റെ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പലപ്പോഴും ഞാൻ എവിടേക്കോ വായിച്ച് കേട്ടിട്ടുള്ളതാണ്, നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഗ്യാസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പെട്രോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഷിബ്ലി റഹ്മാൻ എന്തിലാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തത്? എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതെന്നാണ് ഷിബ്ലി റഹ്മാൻ്റെ ഒരു ഒപ്പീനിയൻ? ഞാൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ട്രേഡിങ്ങിലോട്ട് വരുന്നതും, പിന്നെ സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുന്നതും, പിന്നീട് ട്രേഡിങ്ങിൽ തന്നെ ഓപ്ഷൻസിലോട്ട് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാത്രമാക്കി ഓപ്ഷൻസിൽ കൂടുതൽ ട്രേഡ് ചെയ്തു. ഇപ്പം നമ്മൾ നിലവിൽ പറയുന്ന കാര്യങ്ങൾ, നിലവിൽ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ സ്റ്റോക്സിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്സിൽ ഷോർട്ട് ടേം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്, ഓപ്ഷൻസിൽ 2-3 മെത്തേഡ്സിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് കറൻറ്റ്ലി ആക്റ്റീവായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. അതല്ലാണ്ട് ക്രിപ്റ്റോയിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഫോറക്സിലാണെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു ട്രേഡ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാറുള്ളൂ. ഇന്ത്യൻ മാർക്കറ്റാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യാറുള്ളത്. ആൻഡ് ഗോൾഡിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഗോൾഡിൽ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത്. ഗോൾഡിൻ്റെ കേസിൽ വേറൊരു സംഭവം പറയാനുണ്ട്, ഗോഡ്സ് മണി എന്ന് പറയാം ഗോൾഡിന്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഏതൊരു പാനിക് സിനാരിയോ വന്നു കഴിഞ്ഞാലും, ഇപ്പോൾ കോവിഡ് പോലത്തെ ക്രൈസിസുകൾ, വാർ ടെൻഷൻസ്, റിസഷൻ്റെ ടെൻഷൻസ്, ഇത്തരം ടെൻഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റ് സ്റ്റോക്ക് മാർക്കറ്റ്, ക്രിപ്റ്റോ മാർക്കറ്റ്, ഇതിൽ നിന്നൊക്കെ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങും? പാനിക് സെൽ ഓഫ്സ് ചെയ്യാൻ തുടങ്ങും. ആൾക്കാർ അവിടെ നിന്ന് വിഡ്രോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവർ വിഡ്രോ ചെയ്യുന്ന ഫണ്ട്സ്, അസറ്റ്സ് മൊത്തം അവർ കൺവേർട്ട് ചെയ്യുക നേരെ ഗോൾഡിലോട്ടാണ്. അതാണ് നമ്മൾ ഈ കോവിഡ് വന്നപ്പോഴും വാറിൻ്റെ ടെൻഷൻസ് വന്നപ്പോഴൊക്കെ ഗോൾഡിൻ്റെ പ്രൈസ് വല്ലാണ്ട് ഇൻക്രീസ് ആവുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. പക്ഷേ പിന്നീട് ആ ടെൻഷൻസ് ഒക്കെ ഒഴിവാകുമ്പോൾ കോവിഡ് മാറി. ഇപ്പോൾ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് നിഫ്റ്റി അത്യാവശ്യം പകുതിയോളം ഡൗൺ ആയി. 14,000 നിന്ന് 7,000, 6,000 വരെ പോയിട്ട് തിരിച്ച് കയറി വന്ന് ഇപ്പോൾ 22,000 നിഫ്റ്റി എത്തി നിൽക്കുകയാണ്, ഓൾ ടൈം ഹൈയിൽ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിഫ്റ്റി എത്തി. പക്ഷേ ഗോൾഡ് എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു പ്രൈസിലേക്ക് കൂടിയത് എന്ത് ചെയ്തിട്ടില്ല, തിരിച്ച് കുറഞ്ഞിട്ടില്ല. ഗോൾഡ് അന്ന് ഏകദേശം 24,000 രൂപ പവനുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ ഒരു കോവിഡിൻ്റെ സമയത്ത് തന്നെ ഏകദേശം 38,000, 40,000 അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തിരിച്ച് കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളതാണ് അതിൽ പറയുന്നത്. പിന്നെ ഗോൾഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ അവിടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ കാര്യങ്ങൾ വരാം. പക്ഷെ എന്നാലും ഗോൾഡ് ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹെവൻ ആയിട്ട് ആൾക്കാർ കാണുന്നതാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അതാണ് അങ്ങനെ ഒരു ടോക്ക് വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ട്രേഡിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതിൽ അടുത്ത നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഒരുപാട് കേൾക്കുന്നതാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ റോബോ ട്രേഡിങ്ങും ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ട്. ഈ റോബോ ട്രേഡിങ് എങ്ങനെയാണ് ഇതിൽ എഫക്റ്റ് ചെയ്യുന്നത്? മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ഈ റോബോ ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവങ്ങളല്ല. ആക്ച്വലി കുറേ കാലങ്ങളായിട്ട് മാർക്കറ്റിലുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ടോപ്പിക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നതുകൊണ്ട്, അതിൻ്റെ ഒരു ബാനറിലോട്ട് അത് വന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് സംസാരിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഫോറക്സിലായിക്കോട്ടെ, ക്രിപ്റ്റോയിലായിക്കോട്ടെ, ഇന്ത്യൻ മാർക്കറ്റിലായിക്കോട്ടെ, ഒരുപാട് സ്കാമുകൾ ഇപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഹ്യൂജ് റിട്ടേൺസ് ഒക്കെ ഓഫർ ചെയ്തിട്ട് 100%, 50% ഒക്കെ മന്ത്ലി റിട്ടേൺസ് ഒക്കെ ഓഫർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് പറ്റില്ല എന്നല്ല നമ്മൾ പറയുന്നത്, നമുക്ക് ഈ പറഞ്ഞ പോലെ റോബോട്ടിക്സും കാര്യങ്ങളൊക്കെ നേരത്തെയുള്ള സംഭവങ്ങളാണ്. ഓട്ടോമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കൊരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ, സ്ട്രാറ്റജി കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കോഡ് ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു ടൈം ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ്സും കാര്യങ്ങളും അങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രാറ്റജീസ് കാര്യങ്ങൾ ബിൽഡ് ചെയ്തിട്ട് അവിടെ നമ്മളത് ഓട്ടോമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് അവിടെ സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പാസീവ് ഇൻകം പോലെ ട്രേഡിങ്ങിനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പക്ഷേ അവിടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്ന മെയിൻ കാര്യം, നമുക്ക് ഈ ടെക്നിക്കൽ എറേഴ്സ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പൈസയാണ് അവിടെ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ടെക്നിക്കൽ എറേഴ്സ് കാരണം വലിയ വലിയ ലോസസ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും, വലിയ ഡ്രോബാക്സ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസും വരും. അപ്പോൾ ഇവിടെ ഇത്തരം സോഫ്റ്റ്വെയറുകൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, AI ആയതുകൊണ്ട് അല്ലെങ്കിൽ റോബോട്ടിക്സ് ആയതുകൊണ്ട് അവിടെ ലോസേ വരത്തില്ല, പ്രോഫിറ്റ് മാത്രമേ വരുള്ളൂ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, അവിടെയും ലോസും വരും, അവിടെയും പ്രോഫിറ്റും വരും, റിസ്ക്കും റിവാർഡും അതിനനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ പ്രോപ്പർ മാനേജിങ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് നമ്മളൊരു ഇയറിലൊക്കെ നോക്കുകയാണെങ്കിൽ
പ്രോഫിറ്റബിൾ ആയിട്ട് പോകും. അല്ലാതെ ഹ്യൂജ് റിട്ടേൺസ് ഓഫർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സ്കാം ആണ്, ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് സ്കാം ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് 1-2 പ്ലാറ്റ്ഫോമുകൾ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്കാമുകൾ ചെയ്യുന്ന. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, നമ്മളെടുത്ത് അങ്ങനെ ഒരാൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പേരും ട്രേഡിങ്ങിൻ്റെ പേരും കൂടെയൊക്കെ ഒരുമിച്ച് വെച്ച് ഇതിൽ നിങ്ങൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്ര രൂപ കിട്ടുമെന്ന രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് നമ്മളെ ഇതിലോട്ട് ചേർത്തുന്നതിൽ നിനക്ക് എന്ത് കിട്ടും. അപ്പോൾ അവർ പറയും എനിക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടും. അപ്പോൾ ഈ റെഫറൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏതൊരു പ്ലാറ്റ്ഫോം ട്രേഡിങ്ങിൽ കണ്ടാലും അത് ഫേക്ക് ആണ് അല്ലെങ്കിൽ സ്കാം ആണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്ത് അതിൽ നിന്ന് അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ റിട്ടേൺസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മൗത്ത് പബ്ലിസിറ്റി തന്നെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് പോകും. നമുക്കതൊരു മാർക്കറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് റെഫറൽ സിസ്റ്റം അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു റെഫറൽ സിസ്റ്റം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരു പച്ചയായ MLM ആണ് അവിടെ നടക്കുന്നത്. നേരത്തെ ഒക്കെ ഉണ്ടായിരുന്ന MLM തന്നെയാണ് അവിടെ നടക്കുന്നത്, മണി ചെയിൻ സിസ്റ്റം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇത് വേറൊരു രീതിയിൽ ഈ ഒരു പേരിൽ ബാനറിൽ കൊണ്ടുവന്നു എന്ന് മാത്രമാണ്. അപ്പോൾ അതിങ്ങനെ ആ രീതിയിലുള്ള സ്കാമുകൾ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഓഡിയൻസ് ആണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ട്രേഡിംഗ് എന്നുള്ള ടോപ്പിക്ക് കണ്ടിട്ട് എല്ലാവരും ചാടി കയറി പൈസ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പോകരുത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു പുതിയ ഇൻഫർമേഷൻ ഇട്ടേക്കുന്നത് റോബോട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് ലോസ് ഉണ്ടാവില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട. തീർച്ചയായിട്ടും അതിൽ ലോസും പ്രോഫിറ്റും ഒക്കെ ഉണ്ടാവും. നമ്മൾ സൂക്ഷിച്ച് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബാക്ക് പോലുണ്ട് അല്ലേ, അത് ശരിക്കും നല്ലതാണോ അതോ അത് ചെയ്യാതിരിക്കുന്നതാണോ നല്ലത്? നമ്മൾ വീണ്ടും ട്രൈ ചെയ്യണമെന്നാണോ ട്രേഡിങ്ങിലത്തെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ടുള്ള ഷിബ്ലി റഹ്മാൻ പറയാനുള്ളത്? ട്രേഡിങ്ങിൽ നമുക്ക് ലോസ് ഇല്ലാണ്ട് എന്തായാലും പോകാൻ പറ്റില്ല. ഇത് പാർട്ട് ഓഫ് ദ ഗെയിം, ലോസ് പാർട്ട് ഓഫ് ദ ഗെയിമാണ്. നമുക്ക് ട്രേഡിങ്ങിൻ്റെ ഒരു പാർട്ടാണ് ലോസ് എന്ന് പറയുമ്പോൾ, അതെന്തായാലും വരും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോസസ് നമുക്ക് വരാൻ പാടുള്ളൂ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോസസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 1 ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോസ് ആ 1 ലക്ഷം രൂപയിൽ നമുക്ക് നഷ്ടപ്പെടുത്താൻ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1000 രൂപയായിരിക്കും അല്ലെങ്കിൽ 2000 രൂപയായിരിക്കും. അതേ നമ്മൾ എടുക്കാൻ പാടുള്ള റിസ്ക്. അതിലപ്പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റിസ്ക് എടുക്കാൻ പാടില്ല എന്നൊരു ഫിക്സഡ് ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ലോസിനെ മാനേജ് ചെയ്യേണ്ടത്. റിസ്ക് മാനേജ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അതല്ലാണ്ട് വലിയ ലോസസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബ്രേക്ക് എടുക്കണം. എന്തായാലും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, വലിയ ലോസ് വന്നാലും വലിയ പ്രോഫിറ്റ് വന്നാലും, അതിപ്പോൾ പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, വലിയ എമൗണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ബ്രേക്ക് എടുക്കണം. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ലോസ് വന്നിട്ട് നമ്മൾ അത് റിക്കവർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. ആ ഒരു ഫിയറിലും ആ ഒരു ഇതിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇമോഷൻസ് വർക്കാവും. നമ്മളവിടെ ഈ ഒരു ക്യാപിറ്റൽ നഷ്ടം വന്നത് നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇല്ലാത്ത പൈസ കൂടി ഒപ്പിച്ച് വീണ്ടും ട്രേഡിങ്ങിലോട്ട് പോകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടായിരിക്കില്ല മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതെ, മൈൻഡ് ഗെയിമാണ്. അപ്പോൾ അവിടെ മൈൻഡ് നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അപ്പോൾ പ്രോഫിറ്റിൻ്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വലിയ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആവും. നമുക്ക് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയാണെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് വന്നിട്ട് അത് നമ്മൾ കളയുകയും ചെയ്യും. ആ പ്രോഫിറ്റ് മൊത്തം നമ്മൾ കളയുകയും ചെയ്യും. അതാണ് മനുഷ്യന്മാരുടെ ഒരു മൈൻഡിൻ്റെ ഒരു ഗെയിമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 സിനാരിയോസ് വന്നു കഴിഞ്ഞാലും നമ്മളൊരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ട്രേഡിംഗിൽ. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും. നമുക്ക് കൂടുതൽ പിന്നെ ഇപ്പോൾ ട്രേഡിംഗിൽ ഇപ്പോൾ വലിയ ലോസിൻ്റെ കാര്യമാണ് നമ്മളവിടെ സംസാരിച്ചതെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ വലിയ ലോസസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വലിയ ക്യാപിറ്റൽസ് വെച്ച് റീസ്റ്റാർട്ട് ചെയ്യരുത്. ഏറ്റവും കുറഞ്ഞ ക്യാപിറ്റൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന എത്രയാണോ അത്രയും കുറഞ്ഞ ക്യാപിറ്റലിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് മെല്ലെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും കണ്ടിന്യൂഷനിലോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പം ലോസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഫുൾ ബാക്ക് ഔട്ട് ചെയ്യരുത്. പകരം ഒരു നല്ല രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൽ ഒരു പ്രോഫിറ്റബിൾ ഷിബ്ലി റഹ്മാനെ പോലെ ഒരാളായി മാറാൻ സാധിക്കുന്നതാണ് ഉറപ്പ് അല്ലേ? തീർച്ചയായിട്ടും. ഇനി അതിനുശേഷം പറയുകയാണെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ കാര്യം നമുക്കൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ മൊത്തം പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. അപ്പോൾ ഷിബ്ലി റഹ്മാൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ്ങും കാര്യങ്ങളും ബിൽഡ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ഫൈനാൻസ് ഫീൽഡിൽ നിന്ന് ആയതുകൊണ്ടാണ്. ഈ പറഞ്ഞ പോലെ ട്രേഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഞാൻ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ആർട്ടിക്കിൾസ് ആയാലും കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ആൾക്കാർ ചോദിക്കുന്നതൊക്കെ ഈ ഒരു ഫീൽഡിൽ നിന്ന് വരുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ത്രൂവാണ് ഞാൻ അവയർനെസ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബ്രാൻഡുകൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ റോയൽ അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സിലൂടെയാണോ ബ്രാൻഡിങ് ചെയ്തിരിക്കുന്നത്, അതോ ഷിബ്ലി റഹ്മാൻ എന്നുള്ള പേരിലൂടെ? ഷിബ്ലി റഹ്മാൻ എന്നുള്ള പേരിലാണ്, ആക്ച്വലി SRKP റഹ്മാൻ എന്നാണ് എൻ്റെ ആ ഒരു പേര് വരുന്നത്. ആ ഒരു പേരിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിലോട്ട് നമ്മൾ ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് നമ്മൾ അപ്രോച്ച് ചെയ്ത ആൾക്കാരെയാണ് പിന്നെ നമ്മൾ കമ്പനി ആ ഒരു ലെവലിലേക്ക് റോയൽ അസറ്റ്സ്, റോയൽ അക്കാദമി അങ്ങനെ ഓരോ കമ്പനീസ് കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ പിച്ച് ചെയ്ത സമയത്താണെങ്കിലും നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡിൽ നിന്നാണ് ബിസിനസ്സിനൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിങ് തന്നെയാണ്. അതിൽ പറയുന്ന പോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ ആണ് മെയിൻ തിങ്.
അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിലും എൻ്റെ എല്ലാ ബിസിനസ്സിനെയും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ്. ബിസിനസ്സസ് ബിൽഡ് ചെയ്യാനും അതിപ്പോൾ റൺ ചെയ്യാനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് സോഷ്യൽ മീഡിയാസിലും കാര്യങ്ങളിലും ഉണ്ടായിരിക്കുക, നമ്മളുടെ ഫേസാണ് അവിടെ ആൾക്കാർ കാണുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈനാൻസ് മേഖലയാണെങ്കിലും ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും ബിസിനസ്സിൽ ട്രസ്റ്റാണ് മെയിൻ. അപ്പോൾ അവർക്ക് ആ ഒരു ട്രസ്റ്റ് നമുക്ക് അവരുടെ മുന്നിൽ നമ്മളെ കാണുകയാണ്, നമ്മളാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ആ ഒരു ട്രസ്റ്റ് നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ അത് മാത്രമല്ല നമുക്ക് നല്ലൊരു ഓഡിയൻസിനെ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കൊരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഒരു ബിസിനസ് നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കൊരു ഓഡിയൻസ് അവിടെ ഫിക്സ്ഡ് ഓഡിയൻസ് ഒരു ബേസിക് ഓഡിയൻസ് നമുക്കുണ്ട്, ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. ആ കമ്മ്യൂണിറ്റിയിലോട്ട് തന്നെ നമുക്ക് ആദ്യം അത് പിച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് അവിടെ നിന്ന് നമുക്കത് എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് പേഴ്സണൽ ബ്രാൻഡിങ്ങിലും അതുപോലെ തന്നെ ഈ ഒരു ക്രിയേറ്റർ എക്കണോമി മാർക്കറ്റിനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും കാര്യങ്ങളാണ്. അതിൽ അത്യാവശ്യം പറഞ്ഞ പോലെ തന്നെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ കോണ്ടന്റും കാര്യങ്ങളും സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റീച്ചും ഓഡിയൻസും കാര്യങ്ങളൊക്കെ എൻ്റെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിസിനസ്സുകാർ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളതും എനിക്കതാണ്. നിങ്ങളിപ്പോൾ ബിസിനസ്സസ് ബിൽഡ് ചെയ്യുമ്പോൾ പഴയ പോലെയല്ല, ട്രഡീഷണൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ ആയാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എത്തുന്നതിന് മുന്നേ നമ്മളുടെ അതേ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർ നമ്മളേക്കാൾ മുന്നേ അവിടെ എത്തി തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അതല്ലാതെ മീൻസ് അതിനെക്കുറിച്ച് അതിന് ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ ആരെ കൊണ്ടാണോ ചെയ്യിപ്പിക്കാൻ പറ്റുക അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ആ ഒരു സൈഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതായത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലേക്ക് മാത്രമേ നിൽക്കുള്ളൂ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് പോവില്ല, പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യില്ല എന്ന് വാശി പിടിച്ച് നിൽക്കുന്ന ചില ഒരു ജനറേഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഉപദേശമാണ്, തീർച്ചയായിട്ടും അതിലേക്ക് പോയേ പറ്റൂ. അതായത് പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്കാളും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്കാളും പോയേ പറ്റൂ, എന്നാലേ നമ്മുടെ ബിസിനസ്സിന് ഉയർച്ച ഉണ്ടാകുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷിബ്ലി റഹ്മാൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ആക്ച്വലി ഞാൻ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഒരു 16 to 21 ഇയേഴ്സിൽ വരുന്ന, അതല്ല 21 അപ്പുറം ഒരു 40 അല്ലെങ്കിൽ എബോവ് 40 വരുന്ന ആൾക്കാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഷിബ്ലി റഹ്മാൻ ഈ ഒരു കുറഞ്ഞ കാലയളവിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഇനിയും ഉണ്ടാവുമല്ലോ ഫ്യൂച്ചർ പ്ലാൻസ്. എന്താണ് ഷിബ്ലി റഹ്മാൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ്സുകാരനാവണം, ഒരു ഓൺടർപ്രണർ ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ വളരെ ഒരു ബഡ്ഡിങ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനിയും ബിസിനസ്സസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ 2024 നമുക്ക് ഏകദേശം 8ഓളം പ്രൊജക്റ്റുകൾ ഇപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അക്കാദമിയുടെ ഫ്രാഞ്ചൈസിങ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും IT ഫേമിൻ്റെ എക്സ്പാൻഷനാണ് കാര്യങ്ങളുണ്ടെങ്കിലും, അതുപോലെ നമുക്ക് പുതിയൊരു 2 പ്രൊജക്റ്റുകൾ നമ്മൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും, അതുപോലെ തന്നെ സ്റ്റുഡൻസിനായിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് വീട്ടമ്മമാർക്കും ഹൗസ് വൈഫ്മാർക്കും അതുപോലെ നമ്മുടെ സ്റ്റുഡൻസിനെയും ഫോക്കസ് ചെയ്തിട്ട് തന്നെ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്കൊരു റീസെല്ലിംഗ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഓണ്ടർപ്രണേഴ്സിനായിട്ടൊരു കമ്മ്യൂണിറ്റി ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പോഷറും കാര്യങ്ങളും നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പുതിയ ഐഡിയാസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകൾ, നല്ല യുണീക്കായിട്ടുള്ള പൊട്ടൻഷ്യലുള്ള പ്രൊജക്റ്റുകളും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് നമ്മൾ ബിസിനസ്സിനെ ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഈ 2024 ഏകദേശം നമ്മളുടെ ഒരു റൂട്ട് മാപ്പ് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ അപ്പോൾ ഓരോന്നായിട്ട് ഇനി ഉണ്ടാവും. ഓരോരോ ബിസിനസ്സുകളും ഓരോരോ ബ്രാൻഡുകളും നമ്മൾ കൊണ്ടുവരും നമ്മുടെ സൈഡിൽ നിന്ന്. അതാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. 16 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏതൊരു ആൺകുട്ടിക്കും ആദ്യം വരുന്ന ചിന്ത ഒരു ലൈൻ എങ്ങനെ സെറ്റാക്കാമെന്നായിരിക്കും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ലൈനല്ല, ഒരു സംരംഭം എങ്ങനെ ഉണ്ടാക്കാം, ഒരു ബിസിനസ് എങ്ങനെ നടത്താം, കുറച്ച് പേർക്ക് എങ്ങനെ ജോലി കൊടുക്കാം, എങ്ങനെ മാതാപിതാക്കൾക്ക് സപ്പോർട്ടായി നിൽക്കാം എന്നെല്ലാം ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. പക്ഷേ അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരാളാണ് ഷിബ്ലി റഹ്മാൻ. ഷിബ്ലി റഹ്മാൻ ഒരു സംരംഭം മാത്രമല്ല, ഒന്നിൽ കൂടുതൽ സംരംഭങ്ങൾ, ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുകയും ചെയ്തു ഈ ഒരു 21 വയസ്സിനുള്ളിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് ഷിബ്ലി റഹ്മാൻ്റെ. ഇതുപോലുള്ള ഇൻസ്പയറിംഗ് സ്റ്റോറീസുമായിട്ട് ഇനിയും നമ്മൾ ഇൻസ്പയർ കാണുന്നത് വരെ ഇറ്റ്സ് മീ സജ്ന സഹറ സൈനിങ് ഓഫ്.